ആയിട്ട് PR കിട്ടാൻ ചാൻസസ് ഉള്ള ജോബ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സമയം കളയേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ PR കിട്ടാൻ കുറച്ച് പാടാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ CRS സ്കോർ ആണെങ്കിൽ കൂടി ഭയങ്കര ഹൈ ആണ്. ഇപ്പോൾ ഫ്രഞ്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കൂടി അതിൻ്റെ കാറ്റഗറിയിൽ കിട്ടാൻ വേണ്ടി കുറച്ച് പാടാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് കാറ്റഗറീസ് പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത്, ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ അസിസ്റ്റൻ്റ് ആണ്. രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് അക്കോമഡേഷൻ ആൻഡ് ഫുഡ് സർവീസ് ആണ്. മൂന്നാമത്തത് കൺസ്ട്രക്ഷൻ ആൻഡ് സ്കിൽ ട്രേഡ് ആണ്. ഇതാണ് ഈ ഒരു 3 കാറ്റഗറി എന്ന് പറയുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ CRS സ്കോർ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിനേക്കാളും ഭയങ്കര കുറവിലാണ് CRS സ്കോറിൽ ഇൻവിറ്റേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 കാറ്റഗറിയുടെ അണ്ടറിൽ തന്നെ കുറേ ജോബ് കാറ്റഗറീസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോ കോഡ് ഉൾപ്പെടെയാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലി ഈ ഒരു നോ കോഡുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ സ്കിൽസ് അതായത് ജോബ് ഡ്യൂട്ടീസ് ഈ ഒരു നോ കോഡുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അണ്ടറിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ജനറൽ കാറ്റഗറിയിൽ ഒരു 500+ ആണ് CRS സ്കോർ ഇപ്പോൾ വിളിക്കുന്നത്. എങ്കിൽ ഈ ഒരു കാറ്റഗറീസ് ഒക്കെ ഒരു 470, 475, അതായത് ജനറൽ കാറ്റഗറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലോവർ CRS സ്കോർ ആണ് ഈ ഒരു കാറ്റഗറീസിലൊക്കെ വരുന്നത്. അപ്പം ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ അസിസ്റ്റൻസിൻ്റെ കാറ്റഗറിയിൽ, അതായത് അതിൻ്റെ സബ് ഡിവിഷനായിട്ട് വരുന്നത് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് വരുന്നുണ്ട്, ലൈസൻസ്ഡ് നേഴ്സ് വരുന്നുണ്ട്, ഫാർമസിസ്റ്റ് വിത്ത് നോ കോഡ് 31120 ആണ് വരുന്നത്. കാരണം ഈ നോ കോഡ് നോട്ടീസ് ചെയ്യണം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസി ടെക്നീഷ്യൻസ് ആണ് വരുന്നത്. നോ കോഡ് 32124 ആണ് വരുന്നത്. അതായത് ഈ ഇത്രയും 4 കാറ്റഗറീസ് ആണ് ഈ ഒരു ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ അസിസ്റ്റൻസിൻ്റെ അണ്ടറിൽ വരുന്നേക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളായിട്ട് വിളിച്ചേക്കുന്നത് ലോവർ CRS സ്കോർ 470 ആ ഒരു കാറ്റഗറിയിലാണ്. നോർമൽ CRS സ്കോർ എക്സ്പ്രസ് എൻട്രിയിൽ വിളിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500, 525 ആ ഒരു റേഞ്ചിലൊക്കെയാണ് CRS സ്കോർ. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ വേഗം തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തോളൂ. PR കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ ഫുഡ് ആ കാറ്റഗറിയാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ബച്ചേഴ്സ് ആണ്. അടുത്തത് നോ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 63201 ആണ് വരുന്നത്. പിന്നെ ഉള്ളത് കുക്കാണ് വരുന്നത്. പിന്നെ അതിൻ്റെ നോ കോഡ് എന്ന് പറഞ്ഞാൽ 63200 ആണ്. അതായത് ഈ കുക്കിൻ്റെ കാറ്റഗറിയിൽ തന്നെ കുറേ ഡ്യൂട്ടീസ് അവർ പറയുന്നു, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട്. അതിവിടെ ഭയങ്കര ഡിമാൻഡായിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിലും ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട്. 2025 ഡിമാൻഡ് ലിസ്റ്റിലുള്ളൊരു കാറ്റഗറിയാണ് ഈ ഒരു കുക്കും ബച്ചേഴ്സ് എന്നും പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആൻഡ് സ്കിൽ ട്രേഡ് ആണ്. ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ഡിമാൻഡിലുള്ള കാറ്റഗറിയാണ്. അതുപോലെ തന്നെ പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതൽ, പെർ അവറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാലറി ഉള്ളൊരു കാറ്റഗറിയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഹൗസിംഗ് ക്രൈസിസും ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടിട്ടും ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് ഇവർക്ക് ആവശ്യമുണ്ട് പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും. അതുകൊണ്ടിട്ടാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ അണ്ടറിലുള്ള ആൾക്കാർക്ക് PR ഈസി ആയിട്ട് കൊടുത്തിട്ട് അവരെ തന്നെ ഇവിടെ പെർമനൻറ്റ് റെസിഡൻസ് ആ ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കൺസ്ട്രക്ഷൻ സ്കിൽ ട്രേഡ് വന്നേക്കണത്. അതായത് ഡിമാൻഡ് കാറ്റഗറിയിൽ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ കാർപ്പൻറ്റേഴ്സ് വരുന്നുണ്ട്, ഇലക്ട്രീഷ്യൻസ് വരുന്നുണ്ട്, പ്ലംബേഴ്സ് വരുന്നുണ്ട്, റൂഫേഴ്സ് വരുന്നുണ്ട്. ഇവർക്ക് അതായത് CRS സ്കോർ കുറവെന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ല പേയും കിട്ടും, സാലറിയും നല്ലതാണ്. അപ്പം ഇത്രയും കാറ്റഗറീസ് ആണ് 2025 കിട്ടാൻ ചാൻസസ് ഉള്ള ജോബ് കാറ്റഗറി എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെയൊക്കെ അണ്ടറിൽ നിങ്ങൾ എക്സ്പ്രസ് എൻട്രിയിൽ ഫയൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ CRS സ്കോർ ബാക്കിയുള്ള ജനറൽ കാറ്റഗറിനേക്കാളും കുറവായിരിക്കും. നിങ്ങൾക്ക് അവർ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻസ്, അങ്ങനെയുള്ള സ്കിൽസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തോളൂ. കാരണം ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ ഡ്രോസ് നടക്കാൻ ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി. കാരണം ഒരുപാട് ആൾക്കാർ എക്സ്പ്രസ് എൻട്രിയുടെ അണ്ടറിൽ ഫയൽ ചെയ്യണോ വേണ്ടോ എന്ന് കൺഫ്യൂഷൻ നിൽക്കുന്നു. പിന്നെ കുറേ ആൾക്കാർ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഏത് കാറ്റഗറിയിൽ അണ്ടറിലാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PR കിട്ടാൻ ചാൻസസ് എന്നൊക്കെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം CRS സ്കോർ കമ്പയർ ചെയ്യുവാണെങ്കിൽ കൂടുതലാണ്. പിന്നെ CRS സ്കോർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെയുള്ള ഒരു വഴിയെന്ന് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഫ്രഞ്ച് പഠിക്കുക എന്നുള്ളത്. കാരണം ഫ്രഞ്ച് പഠിക്കുമ്പോൾ പർട്ടിക്കുലർ സ്കോർ നമുക്ക് കിട്ടും. പക്ഷേ ഈ ഫ്രഞ്ച് പഠിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. 1 വർഷം 1.5 വർഷമൊക്കെ വേണ്ടി വരും ഫ്രഞ്ചിൽ ഒരു പർട്ടിക്കുലർ ബാൻഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാർ സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആണ് ഈ ഒരു എക്സ്പ്രസ് എൻട്രിയിൽ അണ്ടറിൽ വെച്ചിട്ട്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ വാലിഡിറ്റി, അതായത് വർക്ക് പെർമിറ്റിനൊക്കെ വാലിഡിറ്റി
തീർന്നിട്ടും എക്സ്പ്രസ് എൻട്രിയിൽ ഫയൽ ചെയ്തിട്ട് ഒരു അപ്ഡേറ്റ്സും വരാതെ തന്നെ ഇരിക്കുന്നു. അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ നല്ല PR കിട്ടുക എന്നുള്ളത് പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഈസി അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ആൾക്കാർ വരുന്നത് നല്ല കുറവാണ്. കാരണം നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോസ് തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന വ്യൂസ് ഇപ്പോൾ ഉള്ള വ്യൂസും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ കാനഡ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും അറിയാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഒരുപാട് ആൾക്കാർ വേറെ പല പല കൺട്രീസ് ആണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ എന്തായാലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കണോ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം, അങ്ങനെയുള്ള അത് മെൻഷൻ ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിൽ കാണാം. അതുവരെ ബൈ.